വബറകാതുഹു. ഇപ്പൊ കുരുവട്ടൂരിലുള്ള വലിയ പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, യഹ്യാ റോഡസിനെ കൊണ്ടുവന്നിട്ട് തൃശ്ശൂരിൽ നടന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. അതിൽ യാ സുബ്ഹാനല്ലാഹ്, കുരുവട്ടൂരികളെ കൂടി ഇങ്ങോട്ട് ഇളകിയിട്ട് യഹ്യാ റോഡസിനെ കൊണ്ടുവന്നോ, അയാൾ ഇംഗ്ലീഷിൽ ഹുത്ത് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായി പ്രസംഗിച്ചു. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഈ സാധുക്കൾ മനസ്സിലാക്കിയത്, നമ്മൾ സമ്മേളനത്തിന് ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്ന ആൾക്കാർ അവരെ കൂടുതൽ നമ്മൾ ചേരുന്ന, നമ്മൾ സമ്മേളനത്തിന് കൊണ്ടുവരുന്ന ആൾക്കാരെ കൊണ്ട് ഒന്നുകിൽ നമ്മൾ ബർക്കത്ത് എടുക്കും, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ കൊണ്ട് അയാൾ രക്ഷപ്പെടും. യഹ്യാ റോഡസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള ഒരു വലിയ പണ്ഡിതനാണ്. അയാൾ അശ്അരി ഈ വിശ്വാസപ്രകാരമുള്ള ഉമർ ഹഫീദിനെ പോലെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ അരിമീങ്ങളോട് കൂടെ സഹവസിക്കുന്ന ഒരു ശിഷ്യത്വം സ്വീകരിച്ചൊരു പണ്ഡിതനാണ്. കേരളത്തിന്റെ പുറത്തൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അശ്അരി ആശയക്കാരും തവസ്സുൽ ഇസ്തിഗാസയൊക്കെ ചെയ്യുന്ന ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണെങ്കിലും പലപ്പോഴും ഈ ഫിഖ്ഹിയായ വിഷയങ്ങളിലൊക്കെ അത്ര വലിയ തഹ്ഖീഖില്ലാതെ എന്ന നിലപാടുമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് അത്രേ അറിയുള്ളൂ. കാരണം നമ്മുടെ ഫിഖ്ഹ് ബഹുമാനപ്പെട്ട സിനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു, അവിടുത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തുടങ്ങിയ പണ്ഡിതന്മാരുടെ ഫിഖ്ഹ് അത് വളരെ തഹ്ഖീഖുള്ള ഫിഖ്ഹാണ്. അപ്പോൾ നിസ്കാരത്തിന്റെ മസ്അലകളാവട്ടെ, എന്ത് മസ്അലകളാവട്ടെ, നമ്മുടെ മദ്ഹബിന്റെ അയിമ്മത്ത് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഉള്ള നമ്മുടെ ഉലമാഇന്റെ തഹ്ഖീഖ് പുറത്തുള്ള ആളുകൾക്കില്ല. പക്ഷെ അവരുടെ വിശ്വാസങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. ഇവിടെ ജുമായുടെ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയാൽ അതിന്റെ മുവാലാത്ത് മുറിഞ്ഞു പോകും, അതുകൊണ്ട് അത് അല്ല നിസ്കാരം ബാത്തിലായി പോകും എന്ന് പറയുന്ന നമ്മുടെ അയിമ്മത്ത് പഠിപ്പിച്ച ആ തഹ്ഖീഖ്, അതായത് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ കാര്യം, അത് നമുക്കറിയാം. ഫത്തുൽ മുഈനിന്റെ ഈ ആനത്തടക്കം, ഇർഷാദുസാരി അടക്കം ധാരാളം ഗ്രന്ഥങ്ങളിൽ, ഫിഖ്ഹിന്റെയും അല്ലാത്തതുമായ ഗ്രന്ഥങ്ങളിൽ, അതുപോലെ തർശീഹിൽ എല്ലാം ഈ വിഷയം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഏത് മുവാലാത്ത് മുറിയുന്നത് കൊണ്ട് തന്നെ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിക്കാൻ പാടില്ല, അതതിൻ്റെ ഷർത്താണ്. ഫർളുകൾ മാത്രം അറബിയിലാക്കിയാൽ ബാക്കിയുള്ള സംഗതി മലയാളത്തിൽ മറ്റുള്ള ഭാഷയിൽ കൊണ്ടുവന്നാൽ മുവാലാത്ത് മുറിഞ്ഞു പോകും. ഈ വിഷയം വളരെ തഹ്ഖീഖായിട്ട് നമ്മുടെ ഉലമാവ് സമർത്ഥിക്കുന്നു. അത് തന്നെയാണ് അതിൻ്റെ വാസ്തവം. പക്ഷേ കേരളത്തിൻ്റെ പുറത്ത്, ഇനി ഇന്ത്യയുടെ പുറത്തൊക്കെ തന്നെയുള്ള പല പണ്ഡിതന്മാരും അവരൊക്കെ ഈ ഫിഖ്ഹിൽ ഇപ്പറഞ്ഞ തഹ്ഖീഖില്ലാത്ത ആളുകളുണ്ടാകും. അപ്പം അത്തരം ആളുകൾ നമ്മുടെ പരിപാടിയിലേക്ക് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാ? ചിലപ്പോൾ അവർക്ക് ഈ വിഷയം തഹ്ഖീഖാക്കി കൊടുത്ത് അവരിലൊരു ദാവത്ത് നടത്തി അവരൊക്കെ കിട്ടിയ മുതലാണ്. അമേരിക്കയിൽ ഇസ്ലാമിക ദാവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന യഹ്യാ റോഡ്സിനെ പോലെയുള്ള ആളുകൾ ഒന്നും കൂടി, അവരൊക്കെ അശ്അരി മാതുരിദി ത്വരീഖത്തിൽ ശരിയായ അഖീദയിൽ ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ഈ തഹ്ഖീഖും കൂടി ഓർമ്മപ്പെടുത്തിയാൽ അതൊന്നുകൂടി ഫലം ചെയ്യൽ. അല്ലാതെ യഹ്യാ റോഡ്സിനെ കൊണ്ട് നമ്മുടെ ഖുതുബ നിർവഹിച്ചല്ലോ. ഈ കുരുവട്ടൂരികൾക്ക് ഇപ്പം എന്ത് പറയാ, യഹ്യാ റോഡ്സിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ മസ്ജിദുൽ ഫുതുഹിൽ കൊണ്ടുവച്ചിട്ട് ഖുതുബ നിർവഹിച്ച് ഇംഗ്ലീഷിലാണെങ്കിലും ഓക്കെ, ഇവരെല്ലാവരും മാറി എന്ന് പറയാം. നാം നമ്മുടെ ആശയത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്നു. അതേ സമയത്ത് ഇത്തരം നല്ല ആശയത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു പണ്ഡിതനോ ആ വിഷയത്തിൽ ഒന്നുകൂടി ബോധമാക്കാൻ വേണ്ടിയും അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നടപ്പാക്കിയാൽ അത് ഇസ്ലാമിന്റെ ദാവത്തിന്റെ ഭാഗവും കൂടിയാണെന്ന് മനസ്സിലാക്കി ഹിക്മത്ത് പ്രകാരം അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം കൊടുത്ത് അദ്ദേഹത്തിന് ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ട തഹ്ഖീഖാത്തുകളൊക്കെ നൽകി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയാൽ അതൊരു ദാവത്തല്ലേ. ഈ കുരുവട്ടൂരിൽ മനസ്സിലാക്കുന്നത്, നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ നമ്മൾക്ക് ഓലെ കൊണ്ട് ബർക്കത്ത് എടുക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ആയിക്കോണമെന്നില്ല. അവരെ കൊണ്ട് നമ്മൾ ബർക്കത്ത് എടുക്കാനുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഫായിദകൾ, നമ്മുടെ തഹ്ഖീഖാത്തുകൾ അവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമ്മൾ കൊണ്ടുവരും. അത് എല്ലാ വിഭാഗത്തിനെയും കൊണ്ടുവരും. നമ്മുടെ തഹ്ഖീഖാത്തുകൾ ബോധ്യപ്പെടുത്തിയാൽ ഫലം ചെയ്യുമെന്ന് എന്ന് മനസ്സിലാക്കുന്ന ആളുകളെ കൊണ്ടുവരാൻ നമുക്ക് പറ്റിയ അതിന്റെ സാഹചര്യ സന്ദർഭം നോക്കി കൊണ്ടുവരും. അതിന്റെ ഭാഗമായിട്ടാണ് യഹ്യാ റോഡ്സിനെ കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു സൂഫി ഈ ചര്യയിൽ ജീവിക്കുന്ന ഒരു പണ്ഡിതനാണ്. പക്ഷേ
ഇത്തരം ഫിഖ്ഹിന്റെ വിഷയത്തിൽ ഒരു ആയ നിലപാടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരികയും അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് ഇവിടെ മസ്ജിദുൽ ഫുത്തൂഹിൽ ഒരു ഖുത്ബ നിർവഹിച്ചിട്ടാണെങ്കിൽ പറയാനുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ അത് പറയാനുണ്ട്. അതേസമയത്ത് ആശയങ്ങളൊന്നുമില്ല, നമ്മളെ ആശയത്തിൽ തന്നെ നിൽക്കുകയും അദ്ദേഹത്തിന്റെ ഇത്തരം അയഞ്ഞ നിലപാടുകളെ നേരത്തെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരികയും ചെയ്താൽ അത് അദ്ദേഹത്തിൽ മാറ്റം വരുത്തിയാൽ നമുക്ക് കാര്യം കിട്ടിയ ലൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക ഫിഹാ ഖൈറുൻ ലക മിനദ് ദുനിയ വമാ ഫിഹാ സദഖ മുഹമ്മദ് റസൂലുള്ളാഹി. പ്രത്യേകിച്ച് അമേരിക്ക പോലത്തെ രാഷ്ട്രങ്ങളിൽ ഇത്തരം ഒരു പണ്ഡിതൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വളരെ സന്തോഷമാണ്. ആ പണ്ഡിതൻ ഇത്തരം വിഷയങ്ങളിൽ ഒന്നുകൂടി തഹ്ഖീഖാകുക എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷത്തിന് വകയുള്ള സംഗതിയല്ലേ. അതല്ലേ ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഇവർക്കും അറിയാം. ഇവർ തന്നെ പറയട്ടെ, ഈ കുരുവട്ടൂർ തന്നെ ആ വിഷയം പറയുന്നുണ്ട്, ഒന്ന് പറഞ്ഞാട്ടെ. ഇത് ശരിക്ക് പറ്റിച്ചതാണ്. പറ്റിച്ച അയാൾക്കറിയാം ഇയാൾ ഇംഗ്ലീഷിലാ ഖുത്ബ, പക്ഷെ അയാൾക്ക് പ്രശ്നമില്ല. അയാൾക്ക് കാരണം മസ്ജിദുൽ ഫുത്തൂഹിൽ നമ്മൾ കൊണ്ടുവരുന്നില്ല. അബ്ദുൽ ഹക്കീം അസ്ഹരിക്ക് അറിയാം ഇയാൾ ഇംഗ്ലീഷിലാ ഖുത്ബ ഓതുക, ഓക്കെ. പിന്നെ അതിനാളെ കൊണ്ടുവന്നത് അയാളെ നന്നാക്കി എടുക്കാൻ വേണ്ടി. അയാൾക്ക് വേണ്ട തഹ്ഖീഖാത്തുകൾ കൊടുക്കണം. നമ്മുടെ ഉലമായി ചിലപ്പോൾ ആ രൂപത്തിൽ ഹിക്മത്ത് ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. ആ ഹിക്മത്ത് പ്രകാരം, കാരണം ഈ യഹ്യാ റോഡ്സിനെ കിട്ടിക്കുകയാണെങ്കിൽ അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്, സ്വാധീനമുള്ളൊരു വ്യക്തിയല്ലേ. അദ്ദേഹത്തിന് ഈ വിഷയം തഹ്ഖീഖാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, സന്തോഷല്ലേ. അതിന്റെ ഹിക്മത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയും ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹത്തെ ഈ വിഷയം തഹ്ഖീഖാക്കി കൊടുത്താൽ നമുക്ക് സന്തോഷിക്കാൻ അത് വലിയ വകയല്ലേ. അങ്ങനല്ലേ ചിന്തിക്കേണ്ടത്. അതിന് പകരം പാരപണിയുകയാണോ? നമ്മളെല്ലാവരും കൂടി ആ വിഭാഗം യഹ്യാ റോഡ്സിന്റെ ആശയത്തെ ഉൾക്കൊള്ളിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ആശയത്തെ പിൻപറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ വെറും വിമർശിക്കുക എന്നുള്ള ഉദ്ദേശം ഐനുദ്ദിളാമിൻ കുല്ലി ഐബിൻ ഖലീലത്തുൻ വലാകിന്ന ഐനസ്സുഖ്തി തുബ്ദിൽ മസാവിയാ എന്ന് നഫായിസുൽ റുത്തുലിയിലൊക്കെ പറഞ്ഞതുപോലെ വെറും വിമർശിക്കുക, അതുപോലെ തന്നെ വെറും അസൂയ വെക്കുക, വെറും എതിർക്കുക എന്നുള്ള ബുദ്ധിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം തെറ്റായി തോന്നുന്നത്. അതേസമയത്ത് അദ്ദേഹത്തെ നന്നാക്കിയെടുക്കാൻ, അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ തഹ്ഖീഖ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം കൊടുത്ത് വിഷയങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിൽ മാറ്റം ഉണ്ടായിക്കാണെങ്കിൽ അത് വലിയ സന്തോഷമല്ലേ. അതങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. ആ രൂപത്തിലാണ്. അല്ലാതെ യഹ്യാ റോഡ്സിന്റെ ആശയത്തിലേക്ക് ആരും പോയി എന്ന് ഇവരെ സമ്മതിക്കുന്നില്ല. ഇവർക്കും അറിയാം അങ്ങനെ പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ നയം വ്യക്തമാക്കണമെന്ന്, അതിപ്പോൾ കുരുട്ടൂരിൽ വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ എൻ്റെ യാത്രയിൽ ഈ പ്രസംഗത്തിൻ്റെ ഭാഗം കേട്ടപ്പോൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഞാനിപ്പോൾ ഈ യാത്രയിലുള്ളത്, അപ്പോൾ ഈ യാത്രയിൽ ഈ ഭാഗം ഓർമ്മപ്പെടുത്തി, ഈ സഫാത്ത് പറയുന്നത് കേട്ടപ്പോൾ ഒന്ന് ലൈവിൽ വന്നെന്ന് മാത്രം. അള്ളാഹു താല എല്ലാവർക്കും ഹൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകട്ടെ. കുരുട്ടൂരികളെ അള്ളാഹു ഹിദായത്താക്കട്ടെ. ഹിദായത്താക്കുന്നില്ല എങ്കിൽ അള്ളാഹുരെ ഷെറിനെ തൊട്ട് നമ്മളെയൊക്കെ കാക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.